വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ക്രിസ്ത്യൻ സംഘടനയായ കാസ സുപ്രീം കോടതിയിൽ. മുസ്ലിം ലീഗിന്റെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ കോടതി അംഗീകരിച്ചു. വഖഫ് നിയമത്തിന്റെ ദുരുപയോഗം തുറന്നുകാട്ടാൻ തയ്യാറാണെന്ന് കാസയുടെ വാദം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, കാസ പറയുന്നത് ഈ വഖഫ് ഭേദഗതി നിയമം എന്നത് മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമാണ്. ഇതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഈ ഹർജിയിൽ കക്ഷി ചേരുന്നതെന്നും കാസ പറയുന്നു. വിവരങ്ങൾ. വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെ തെറ്റായ പ്രചരണങ്ങൾ വ്യാപകമായി നടത്തുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയായിരുന്നു വിവിധ മുസ്ലിം സംഘടനകൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. മാത്രമല്ല, മുനമ്പത്തടക്കമാർ പ്രചരിപ്പിച്ചിരുന്നത് വഖഫ് ഭേദഗതി നിയമം അത് ഏതെങ്കിലും തരത്തിൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നൊരു വ്യാപകമായ പ്രചാരണങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ ഹർജിയിൽ ഉയർത്തിയിരിക്കുന്ന വാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നും വാദിച്ചുകൊണ്ട് തന്നെയാണ് കാസ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തങ്ങൾക്കും ബോധിപ്പിക്കാനുണ്ട് എന്നും കൂടുതൽ ശക്തമായ വാദങ്ങൾ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ വാദങ്ങളെ എതിർത്തുകൊണ്ട് തങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട് എന്ന കാര്യം തന്നെയാണ് കാസ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല് വഖഫിന്റെ അധിനിവേശത്തെ പൂർണ്ണമായും ചെറുക്കുന്നതാണ്. വഖഫ് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അധിനിവേശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അധിനിവേശത്തെ ചെറുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവന്നത്. അത് രാജ്യത്ത് ആകമാനമുള്ള വഖഫിന്റെ കയ്യേറ്റങ്ങളെ ചെറുക്കുന്നു എന്ന് മാത്രമല്ല, അത് മുനമ്പത്തെ ജനങ്ങളുടെ കൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാണ് എന്ന ഒരു കാര്യം കൃത്യമായി തന്നെ കാസ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കക്ഷി ചേർന്നിരിക്കുന്നത്. ഇനിയുള്ള വാദങ്ങളിൽ അല്ലെങ്കിൽ വിശദമായി കോടതി വാദം കേൾക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട തെളിവുകളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും കാസ തുടർ നീക്കങ്ങൾ നടത്തുക. മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാസ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ജിജീഷ് പങ്കുവച്ചത്.